വിട്ടോ 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 ടീമായിട്ട് വരുന്നുണ്ട് ഒറ്റ സമയത്ത് അവിടെ ഇതുപോലെ. അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മൾ താഴേന്ന് പറഞ്ഞ അമ്പലം. വാ 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 ഇങ്ങോട്ടോ വരെ ചാർലി, വേഗം വന്നേ. കുഞ്ഞിനും വരുന്നുണ്ടെങ്കിൽ വാ. വാ വാ. അപ്പോൾ രണ്ടുപേരുടെ അതിലേ നടന്ന് നടന്ന് കളി തേങ്ങ എടുത്തിട്ട് ഓടുന്ന ഓടി ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് പറപ്പിച്ച് ഓടുമായിരിക്കും കേട്ടോ മിക്കവാറും. എമ്പാ ഓടുക. ദേ പോന്നു. അപ്പോൾ ഇത് രണ്ടുപേരും പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചാർലിയുടെയൊക്കെ ഓട്ടം കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ചിരിച്ച് എന്താ പറയുക, നമ്മൾ ചിരിച്ചിട്ടൊക്കെ ഓടൂലേ, അതുപോലെ കേട്ടോ ചാർലി ഓടുന്നത്. അയച്ചുവിട്ടൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ മഞ്ഞ് കുറവാണ്, മഞ്ഞ് വളരെ കുറവുള്ള ദിവസമാണ് കേട്ടോ. ഇതേ പോകുന്നുണ്ട്. വന്നേ ചാർലി. കുഞ്ഞൻ ചാർലിയുടെ ഓട്ടം നമുക്ക് മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങോട്ട് ഇവിടെ 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 ഇങ്ങോട്ട് നോക്കിയേ നീ. ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ശരി. പോട്ടെ. കയറ്റിയോ? ഉള്ളിൽ കയറിയോ? ഉള്ളിൽ കയറിയോ? ഉണ്ടല്ലോ 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 ഉണ്ടല്ലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും കൂടി കേരളം വിട്ട് കേരളത്തിന് പുറത്തുള്ളൊരു ജില്ലയിലേക്ക് പോകാണ് കേട്ടോ. തികച്ചും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു വീഡിയോ ആണ്. ഇതൊരു വീഡിയോ ആക്കണം എന്ന് പോലും എനിക്ക് പ്ലാനില്ല, എന്നാലും ചുമ്മാ ഒരു വീഡിയോ അങ്ങ് എടുത്ത് വെക്കുവാണ് കേട്ടോ. യാതൊരു പ്ലാനും ഇല്ലാതെ വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നത്. പെട്ടെന്നാണ് വീട്ടിൽ നിന്ന് പ്ലാൻ ആക്കിയത് വയനാട് വരെ പോകാനായിട്ട് കേട്ടോ. പക്ഷേങ്കിൽ വയനാട് പോകുന്ന റൂട്ടിൽ വെച്ചിട്ട് വീണ്ടും പ്ലാനൊന്ന് മാറ്റി ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കർണാടകത്തിലേക്കാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വീരാജ്പേട്ടയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഇരിട്ടിയിൽ നിന്ന് വീരാജ്പേട്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. മാക്കൂട്ടം ചുരം എന്ന് പറയും. ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. കുരങ്ങോ വിട്ടോ 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 ടീമായിട്ട് വരുന്നുണ്ട്. ഒറ്റപ്പാട് കേൾക്കുന്നുണ്ട്. വേഗം പോ. അല്ല ഇവിടുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പോര വനമാടാ. ഇത് എവിടെ ഒരു കുരങ്ങ് ഇവിടെ നിർത്തി. ഇവിടെ നിർത്തി കുരങ്ങാ എന്തോ കഴിക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. എടാ പൊക്ക 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 പൊക്കോ. അവസാനം എൻ്റെ ഫോണൊക്കെ വാങ്ങിയിട്ട് എൻ്റെ പണി പാടും. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ചായ കുടിക്കുക എന്ന് പറയുന്നത്. കൂടെ വന്നവന് ചായ കുടിക്കാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ നിർബന്ധിച്ച് ഞാനൊരു ചായ കുടിച്ചു കേട്ടോ. അപ്പം നമ്മൾ ചായ എല്ലാം കുടിച്ച് പതുക്കെ പോവാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കർണാടകത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു ചായ കുടിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മാക്കൂട്ടം ചുരം എത്തി കേട്ടോ. നമ്മളിപ്പോൾ ചുരത്തിലൂടെ നടക്കുവാണ്. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുടിയൊന്നും കുഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. കുറച്ച് സമയം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിർത്തി വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ആ ഒരു വെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല തണുത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഓറഞ്ച് റോസ് കളറിലുള്ള ഇലയൊക്കെ കാണാൻ പറ്റും. എൻ്റെ വിട്ടാലോ പോവാം. അപ്പോൾ ഓക്കെ, അടുത്ത സ്ഥലം എത്തിയിട്ട് കാണാം. മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. പണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ നിർത്താൻ. നീ കണ്ടിട്ടുണ്ടോ? അമ്പലത്തിൻ്റെ നടുക്കൊരു കാടിൻ്റെ നടുക്കൊരു ഒറ്റപ്പെട്ടൊരു അമ്പലം. നമ്മുടെ നേരെ അങ്ങോട്ടേക്ക് പോകും. ഏകദേശം ഒരു 30 കിലോമീറ്റർ ആ ഒരു 40 കിലോമീറ്ററിൻ്റെ ഇടയിൽ പോവുകയാണെങ്കിൽ നമ്മൾ വീരാജ്പേട്ടെത്തും. അപ്പോൾ ഇനി ഇത്രയും ദൂരം കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതേപോലെ ചുരങ്ങളാണ്. ഇതിനകത്ത് കുരങ്ങൻ, ആന ഇങ്ങനത്തെ രാത്രിയിലൊക്കെ ആയിരിക്കും കൂടുതലും കാണുക. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളൊന്നും നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് കണ്ണൂരിൽ നിന്ന് പെട്ടെന്ന് കർണാടകത്തിൽ കയറാനും അതായത് മൈസൂർ, ബാംഗ്ലൂർ ഇങ്ങോട്ടൊക്കെ പോകുന്നവർ കൂടുതലും ഈ ഒരു വഴിയായിരിക്കും കേട്ടോ ചൂസ് ചെയ്യുന്നത്. നേരെ ഇരിട്ടിയിൽ നേരെ വീരാജ്പേട്ട് ആ ഒരു വഴി കൂടിയാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ പണിയൊക്കെ ഏതാണ്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മുമ്പ് വന്നപ്പം ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. എങ്കിലും നമുക്ക് മുകളിലോട്ട് പോകുമ്പം എന്താ അവസ്ഥ എന്നറിയത്തില്ല. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ. വേറെ ജീവികളെയൊന്നും കാണുന്നില്ല. സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മൾ താഴേന്ന് പറഞ്ഞ അമ്പലം. മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രം എന്നാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്.
ഇതിൻ്റെ കംപ്ലീറ്റ് പാറക്കെട്ടാണ് കേട്ടോ മുകളിലോട്ട് നോക്കുമ്പോൾ. ഞാനിങ്ങനെ പണ്ട് ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ ഇങ്ങനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അവിടെ നിന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ്റെ കാറ് ആ ഒരു കാറിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ചേട്ടൻ അവിടെ നിന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും വിളക്കൊക്കെ വെക്കുന്ന ഞാൻ തോന്നുന്നു. മുമ്പൊക്കെ വരുമ്പോൾ വിളക്ക് കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും ദൂരം ആരോ വിളക്ക് കത്തിക്കാൻ വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. പൈസ ഇട്ടാ. അപ്പോൾ ഇവിടെ കുറേ മാലയും അതുപോലെ തന്നെ ഹനുമാൻ്റെ ഇതൊക്കെ ഒരു രൂപമുണ്ട് കേട്ടോ. ഈ ഒരു ഭണ്ഡാരത്തിന് ഒരു ഓറഞ്ച് കളറിലാണ് കംപ്ലീറ്റ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു വിളക്കുണ്ട് കേട്ടോ. വിട്ടാലോ? ഓക്കെ. അതെ, അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഫുൾ പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട്. ഇപ്പം മഴക്കാലങ്ങളിൽ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ താഴോട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ അതേ അവിടെയായിട്ടൊരു അമ്പലത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. അതിനകത്തും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അവർ. അങ്ങോട്ടേക്ക് ഒന്ന് കയറി പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. കയറിയൊരു വഴി അമ്പലത്തിൻ്റെ പുറത്തൊരു വഴിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേ നമ്മൾ വീണ്ടും ഇവിടുന്ന് പോവാണ് കേട്ടോ. ഈ സ്ഥലമാണ് മാക്കൂട്ടം ചുരമാണ് കേട്ടോ. നമ്മൾ ഇരുട്ടി കഴിഞ്ഞിട്ട് മൈസൂരോട്ട് പോകുന്ന റൂട്ടാണിത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വീരാജ്പേട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വീരാജ്പേട്ടാണ്. ഓക്കെ, അപ്പം ഇത് ഒറ്റ റൂട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അല്ല, വേറെ വഴിയൊന്നുമില്ലല്ലോ. വേറെ വഴിയൊന്നും എൻ്റെ അറിവിലില്ല. അപ്പം എല്ലാ വണ്ടികളും പോകുന്നത് ഈ മൈസൂരിൽ നിന്ന് കണ്ണൂരോട്ടൊക്കെ കേരളത്തിലോട്ടൊക്കെ വരുന്ന ഈ ഒരു റൂട്ടാണ് കേട്ടോ. അതില്ലാതെ പിന്നെ മാനന്തവാടി പോകുന്ന റൂട്ടുണ്ട്. അത് വേറെ ഏതോ വഴിക്കാണ് കേട്ടോ. കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോഴത്തേനും നമ്മളെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ തന്നെ വിട്ടു വന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കാണാൻ പോകുന്ന കൃഷിസ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ടൗൺ വരും, വീണ്ടും കൃഷിസ്ഥലം. കൂടുതലും ഇതുപോലുള്ള കാട് ഏരിയകളാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. ഫൈനലി നമ്മൾ വീരാജ്പേട്ട് എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എവിടെയാണ് പോവാം? എങ്ങോട്ടാ? നേരെയോ? ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളിത് നേരെ പോവാണ്. മറ്റേ ബുദ്ധൻ്റെ അങ്ങോട്ട് പോകണം, മൊണാസ്ട്രി. പക്ഷെ അവിടുന്ന് ഒരുപാട് ദൂരം പോകണം. ഇനി ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററോളം ഓടിക്കേണ്ടി വരും. പോണോ? അത്യാവശ്യം നല്ല കട്ട വെയിലുണ്ട് കേട്ടോ. ഓക്കെ, ഫോട്ടോ എടുത്തു. വരുന്ന വഴി കംപ്ലീറ്റ് കാപ്പിക്കുരുവിടെ കൃഷിയായിരുന്നു കേട്ടോ. അതിൻ്റെ കുറേ ഫാക്ടറികളും കാണാൻ പറ്റും, അതുപോലെ തന്നെ വയലുകളും. അങ്ങനെ ഒരുപാട് പലതരം കൃഷികളിങ്ങനെ വഴിയിലൂടെ കാണുന്നുണ്ട് കേട്ടോ. എന്തു പറഞ്ഞാലും നമുക്ക് കേരളത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പം ആ ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്ഥലങ്ങളും കാലാവസ്ഥയൊക്കെ മാറിയതിൻ്റെ. ഇവിടെ എന്തോ ഒരു ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഇവിടെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പനകൾ കാണാൻ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈന്തപ്പനയോ? ഇതാണോ ഈന്തപ്പന? അടുത്ത് എന്തോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈന്തപ്പനയാണോന്ന് അറിയത്തില്ല. എന്തോ ഒരു സൈസ് പനകൾ കാണാൻ കേട്ടോ ഒരുപാട്. റോഡിൻ്റെ 2 സൈഡും ഉണ്ട്. ഈന്തപ്പനയാ? ഈന്തപ്പന അതേടാ, ഈന്തപ്പനയാ. ഈന്തപ്പന തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കവുങ്ങ് കംപ്ലീറ്റ് കൃഷിയാണ് കേട്ടോ, വലിയ. അപ്പോൾ അതേ കുറച്ചും കൂടി ദൂരം മുന്നോട്ട് വന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കാപ്പിത്തോട്ടമാണ്. കാപ്പിക്കുരു ഇതേ ഇവിടെ ചെടിയൊക്കെ കംപ്ലീറ്റ് പൂത്ത് നിൽക്കുന്നുണ്ട്. വെള്ള പൂ നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ലൊരു മണമുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലും ഉണ്ട് സംഭവം, പക്ഷേ അവിടെയൊന്നും പൂത്തില്ല. ഇവിടെയൊക്കെ നേരത്തെ പൂത്തു. അത് ക്ലൈമറ്റിൻ്റെ ഇതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് കൂടുതലായിട്ടുണ്ട്. അങ്ങൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒരുപാടുണ്ട് കേട്ടോ. അതിനിടയിൽ വേറെ എന്തോ ഒരു കൃഷിയും കൂടി ഉണ്ട്. അടിയതെന്തിൻ്റെ ആടാ ഈ ഒരു അല്ല ഈ ഒരു ഇനി ഇടയ്ക്ക് വേറൊരു മരം കണ്ടോ? അടി ഈ കാപ്പിയുടെ ഇടയ്ക്കൊരു മരം കണ്ടോ? വേറെ മുരിക്ക? അത് കൃഷിയാ? മുരിക്കിൻ്റെ കൃഷിയാ? അടിപൊളി റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ് കാപ്പിയാണ് കേട്ടോ. കാപ്പിയുടെ തോട്ടം, കാപ്പി, ഏലം, അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ കുരുമുളക് ഉണ്ട് കേട്ടോ. ഈ മരത്തിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. കംപ്ലീറ്റ് കുരുമുളകിൻ്റെ കൃഷിയാണ്. ഇതേതാടെ മരം? വാഗമരം അങ്ങനെ എന്തോ ആണ് കേട്ടോ. വാഗ പോലത്തെ അങ്ങനെ എന്തോ വലിയ പൂക്കൾ ഉണ്ടാകുന്ന വലിയ മരങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടി കിടിലനായിട്ട് റോഡും പണിതിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ മുന്നോട്ടേക്ക് പോവാം. ഒരു രക്ഷയില്ല കേട്ടോ യാത്ര. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേങ്കിൽ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലെത്തി കേട്ടോ. ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നതാന്ന് തോന്നുന്നു. ഇതേ അതിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മൾ വണ്ടി തൊട്ടപ്പുറം ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ ഉള്ളോട്ട് കയറുവാണ്. മുമ്പ് നമ്മൾ ലഡാക്കിലൊക്കെ യാത്ര ചെയ്ത സമയത്ത്
ഇവിടുത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാരുണ്ട്. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും നോക്കാം. ഇവിടെ അതിൻ്റെ തന്നെ ഒരുപാട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ നിറയെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതേ ഇവരുടെ റൂമുകളാന്ന് തോന്നുന്നു. ഇവരൊക്കെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെയൊക്കെ റൂമുകളാന്ന് തോന്നുന്നു മുകളിൽ കാണുന്നത്. അവിടെ ഒരുപാട് പേരിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഓരോ റൂമിൻ്റെ ഫ്രണ്ടിൽ. എങ്ങോട്ടോ? അപ്പം നമുക്ക് ഇതിലേക്കൂടി നടന്ന് മുകളിലോട്ട് പോവാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിലെ കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ ടെമ്പിൾ എന്നാണ് കേട്ടോ പറയുന്നത്. ഏകദേശം 1995 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 1999 ഭക്തന്മാർക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഏകദേശം 40 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ അകത്തോട്ടൊന്നും നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് അനുവാദമില്ല കേട്ടോ പോകാനായിട്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് സന്ദർശനത്തിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാണുമ്പം നമ്മളേതാണ്ട് ചൈനയിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ. മുമ്പ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ലഡാക്കിലൊക്കെ പോയ സമയത്ത് അവിടെ ഇതുപോലുള്ള ആൾക്കാരെയും കൾച്ചറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ആ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഇവിടുത്തെ അമ്പലവും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. പ്രത്യേക ഒരു വെറൈറ്റി ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മൊത്തം ഒരു മാറ്റമുണ്ട്. ഞാനിതുവരെ നമ്മൾ കേരളത്തിൽ പല അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു കൾച്ചറും ആർക്കിടെക്ചറൊക്കെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി പെട്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നതിൽ. ടെമ്പിളിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആരും അതിൻ്റെ അകത്തോട്ട് കയറാനും ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. വളരെ നീറ്റായിട്ട് തന്നെ അവർ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം വൈകുന്നേരമൊക്കെ ആയി കേട്ടോ. നമ്മൾ പതുക്കെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ പോലും അറിയാതെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക്